This call is now being recorded. Okay. So in the last class we discussed RIP and OSPF. OSPF both are dynamic routing algorithm, open shortest path first, and RIP routing information. Okay. ഓക്കെ സോ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് തേർഡ് മൊഡ്യൂളിൻ്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ. അപ്പം ഈ കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ ഒന്നിച്ച് നിങ്ങൾ കണ്ടതിന് ശേഷം മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് ആ ഒരു ഓർഡറിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ഓൾസോ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഓവർവ്യൂവിൽ ക്ലിയർ ചെയ്യുക. സിമ്പിൾ കൺസെപ്റ്റുകളാണൊക്കെ. ഇതിൻ്റെ സ്ലൈഡ് നോട്ട് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് ലിങ്ക് ബേസിലും Google Classroom-ലൊക്കെ ആയിട്ട്. ഓക്കെ, സോ ദ തേർഡ് മൊഡ്യൂൾ ഡിസ്കസ് അബൌട്ട് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ എന്താണ്? OSI ലെയറിലെ തേർഡ് ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, സോ ഈ നെറ്റ്വർക്ക് ലെയർ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിലെ മെയിൻ ഫങ്ഷനായ റൂട്ടിംഗ്, ആ റൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, അത്രയുമാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ കണ്ടന്റ്. ഓക്കെ, so the major function of network layer is to get packet from the source and direct that packet to the corresponding destination. Okay, so ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് network must know about the topology of the network. Also ഇങ്ങനെ റൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ലൈനുകൾ അല്ലെങ്കിൽ ചില റൂട്ട് മാത്രം ഓവർലോഡ് ചെയ്യപ്പെടുന്നു, ചില റൂട്ടുകൾ ഓവർലോഡ് ചെയ്യാതെ ഐഡിയലായി നിൽക്കുന്നു, അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അതും ഹാൻഡിൽ ചെയ്യേണ്ടത് നെറ്റ്വർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ ദെൻ വി ഡിസ്കസ്ഡ് വാട്ട് ആർ ദ നെറ്റ്വർക്ക് ലെയർ ഡിസൈൻ ഇഷ്യൂസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് 4 നെറ്റ്വർക്ക് ലെയർ ഡിസൈൻ ഇഷ്യൂസ്. ഇതും എക്സാമിന് മേ ബി ഒരു 3 to 4 മാർക്കിന് ചോദിക്കാം. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് പാക്കറ്റ് നെറ്റ്വർക്ക്. എന്താണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് പാക്കറ്റ് എന്നറിയാം. ഒരു ലൈന് ബിസിയാണ് എങ്കിൽ അത് ആ ഒരു ഫിക്സഡ് ടൈം വരെ അതിനെ സ്റ്റോർ ചെയ്തിട്ട് അതിന് ശേഷമാണ് പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുക. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് സ്വിച്ചിങ്. ദെൻ ദ സർവീസ് പ്രൊവൈഡ് ടു ദ ട്രാൻസ്പോർട്ട് ലെയർ. ഏതൊരു ലെയർ എടുത്താലും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു മെയിൻ വർക്കാണ്. ദെൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് കണക്ഷൻലെസ് സർവീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കണക്ഷൻ ഓറിയന്റഡ് സർവീസ്. These are the design issues that has to be considered while designing a network layer. Okay. Then another important function of network layer is routing. Okay, and a routing algorithm will be there, and that routing algorithm is a part of network layer software. And we know that there are two types of network, that is virtual circuit network and datagram network. Datagram network dynamic ആയിട്ടാണ് ഡാറ്റ റൂട്ട് ചെയ്യുന്നത്, and virtual circuit network സ്റ്റാറ്റിക് ആയിട്ടാണ്. വിച്ച് മീൻസ് ഓൾറെഡി പാത്ത് ഫിക്സ് ചെയ്ത് റിസർവ് ചെയ്ത് റിസോഴ്സസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അതുവഴിയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ദ വെർച്വൽ സർക്യൂട്ട് routing is also called session routing because that session is already established and only after that the packet is forwarding through that network or through that route. That's why it's called session routing. Okay, then each router contains two processes inside. One is forwarding, another one is filling the routing table. First one കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുന്ന പാക്കറ്റ് എടുക്കുക, ഡെസ്റ്റിനേഷൻ അഡ്രസ് നോക്കുക, എങ്ങോട്ട് അയക്കേണ്ടതെന്ന് മനസ്സിലാക്കുക, അങ്ങോട്ടേക്ക് അയക്കുക. ദാറ്റ് operation is called forwarding. Next, one more process is there, and that process duty is to fill the routing table accordingly, especially for the dynamic routing algorithm. ഓരോ മിനിറ്റിൽ അല്ലെങ്കിൽ ഓരോ മൊമെന്റിൽ ഈ റൂട്ടിംഗ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ റൂട്ടിംഗ് ഇൻഫർമേഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ സെക്കൻഡ് പ്രോസസ് ടു update the routing table regularly. Okay, so these are the two major processes which are inside a router. Then the algorithm can be classified, the routing algorithm can be mainly classified into two, adaptive and non-adaptive. That means static and dynamic. Non-adaptive means static, adaptive means dynamic. Okay, then in this we discussed two static algorithm and 4 dynamic algorithm. Static algorithms are shortest path routing and flooding. Dynamic routing algorithms are distance vector routing, link state routing, OSPF and RIP.
Also, we discussed the routing for mobile host, how the routing in mobile host happens. So these are the content in this third module. So first of all, shortest path routing. It's a static routing, and for this we create a graph of network, and that graph consists of edges and nodes. Okay, so each node represent a router and each edge represent communication link. Okay, then how to find the shortest path? എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത്? ആദ്യം തന്നെ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് മെട്രിക്കിന്റെ ബേസിസിലാണ് നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കൺസിഡർ ചെയ്യുക. ദിസ് കോസ്റ്റ് എന്ന് പറയുന്നത് മേ ബി ഡിസ്റ്റൻസ് ആവാം, ബാൻഡ് വിഡ്ത്ത് ആവാം, ട്രാഫിക് ആവാം, അവിടെ എത്താനുള്ള അല്ലെങ്കിൽ ആ ഒരു ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എക്സാക്ട് കോസ്റ്റ് ആവാം, ഡിലേ ആവാം, ഇങ്ങനെ പല ഫാക്ടർ ആവാം. ഇതിൽ ഒന്നോ അതിലധികമോ ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ കോസ്റ്റ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, നൗ ദിസ് കൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിജിക്സ്ട്രാസ് അൽഗോരിതം. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഓരോ നോഡിനും അതിന്റെ നൈബറിനെ പറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ആ നൈബറിലോട്ട് എത്താനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഏത് റൂട്ട് വഴിയാണ് അവിടത്തേക്ക് എത്തേണ്ടത് എന്നുള്ളത് നമ്മളൊരു ടപ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യും. ബാക്കിയുള്ള റൂട്ടേഴ്സിലോട്ടുള്ള ഇൻഫർമേഷൻ എത്രയാണെന്ന് നമുക്കറിയില്ല. സോ വി റെപ്രസെന്റ് ദാറ്റ് ബൈ യൂസിങ് ദ സിമ്പിൾ ഇൻഫിനിറ്റി. ഓക്കെ, ദെൻ ഓരോ സ്റ്റേജിൽ ഈ നൈബേഴ്സ് തൊട്ടടുത്ത നൈബേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ റൂട്ടറും അതിന്റെ തൊട്ടടുത്തുള്ള നൈബേഴ്സിലോട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ഏറ്റവും ലാസ്റ്റ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ പാത്ത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിളിൽ ഫസ്റ്റ് എക്ക് ബിനെയും ജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ മാത്രമേ അറിയുള്ളൂ. സോ അത് മാത്രമേ ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇൻഫിനിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വെക്കുന്നു, കാരണം ഏത് വഴിയാണ് ഇവിടെ എത്തുക എന്ന് നമുക്ക് ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ അറിയില്ല. ഓക്കെ, ദെൻ തൊട്ടടുത്ത സ്റ്റേറ്റിൽ ഈ ബിയുടെ ഡയറക്റ്റ് നൈബേഴ്സ് ആരൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, ജിയുടെ ഡയറക്റ്റ് നൈബേഴ്സ് ആരൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൻ്റെ അകത്തു നിന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് നമ്മൾ എയിൽ നിന്നും ഇതുവരെയുള്ളത് സെലക്ട് ചെയ്യുന്നു. ദെൻ അഗെയിൻ ഇതിന്റെ നൈബേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ നൈബേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ്. എക്സാമിന് ഇത് വരികയാണെങ്കിൽ ആ ഡയഗ്രാം വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ആ ഡയഗ്രത്തിന് ഒരു സെപ്പറേറ്റ് മാർക്ക് ഉണ്ടായിരിക്കും. സോ ദ ഡയഗ്രാം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. Then we discussed flooding. Flooding is also a static routing algorithm, and flooding means when a router receives a packet, that packet sends that packet to every outgoing line except the line it arrives on. Okay, അതിലോട്ട് വന്ന ലൈൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ലൈനിലോട്ടും മെസ്സേജ് പാസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെയുള്ള ഏറ്റവും മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ് ഉണ്ടാവും, കാരണം ഒന്നിൽ കൂടുതൽ റൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ സെയിം പാക്കറ്റ് തന്നെ ഒരു റൂട്ടർ വീണ്ടും അയക്കാൻ സാധ്യതയുണ്ട്. സോ ലാർജ് നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ് വിൽ ബി ദർ. സോ ദാറ്റ് ഇസ് ദ മെയിൻ ഇഷ്യൂ. Now we have to implement some technique to solve this duplicate packet, and one of that technique is hop counter. Hop counter എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടറിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് എത്തേണ്ട റൂട്ടർ ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു നെറ്റ്വർക്ക് ഐഡിയ ഉണ്ട്. സോ നമുക്കറിയാം ഒരു 8 റൂട്ടർ അല്ലെങ്കിൽ 8 ഹോപ്പ് വഴി പോയാൽ ഇത് അവിടെ എത്തിച്ചേരും എന്ന് നമുക്കറിയാം. സോ വി പുട്ട് ദ ഹോപ്പ് കൗണ്ടർ ആസ് 8. ദെൻ ഓരോ റൂട്ടറിൽ എത്തുമ്പോഴും ഈ ഹോപ്പ് കൗണ്ടർ ഒന്ന് കുറഞ്ഞു വരും. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് ഇത് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഏതെങ്കിലും ഒരു റൂട്ടർ വഴി, ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് വഴി എന്തായാലും അത് ഡെസ്റ്റിനേഷനിൽ എത്തും. ആ എത്തുന്ന സമയമാകുമ്പോഴേക്കും ഇതിന്റെ ഹോപ്പ് കൗണ്ടർ 0 ആയിരിക്കും. അതേപോലെ ബാക്കി പോകുന്ന പാക്കറ്റുകളും ഓരോ റൂട്ടറിൽ എത്തുമ്പോൾ ഓരോന്ന് കുറഞ്ഞു വരും. ഏറ്റവും ലാസ്റ്റ് 0 ആയി കഴിഞ്ഞാൽ ആ പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. വൈ വി ഡിസ്കാർഡ് ദാറ്റ് പാക്കറ്റ്? ഓൾറെഡി ദാറ്റ് മെസ്സേജ് റീച്ച്ഡ് ദ ഡെസ്റ്റിനേഷൻ, സോ ദർ ഈസ് നോ നീഡ് ഫോർ ദ അതർ മെസ്സേജസ്. ആ മെസ്സേജ് വെറുതെ അവിടെ ഒരു ട്രാഫിക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ വി ജസ്റ്റ് നീഡ് ടു ഡിസ്കാർഡ് ഓൾ ദോസ് പാക്കറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഹോപ്പ് കൗണ്ടർ. അനദർ ടെക്നിക് നമുക്ക് നോക്കുക. ഓരോ റൂട്ടറും ഞാൻ ഈ പാക്കറ്റ് ഓൾറെഡി ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ അത് വീണ്ടും ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു റൂട്ടറിന് പല വഴി ആ ഒരു പാക്കറ്റ് അയാളുടെ അടുത്ത് എത്തും. സോ അയാൾ അത് ഒരിക്കൽ മാത്രം ബാക്കിയുള്ള ഔട്ട്ഗോയിങ് ലൈൻസ് അയച്ചാൽ മതി. വീണ്ടും അത് വന്നു കഴിഞ്ഞാൽ അയക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ കീപ്പ് ട്രാക്ക് ചെയ്യും?
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സീക്വൻസ് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കും. അതായത് ഓരോ പാക്കറ്റിനും ഒരു നമ്പർ കൊടുക്കും, 1 2 3 4 എന്നുള്ള നമ്പർ കൊടുക്കും. സപ്പോസ് ഇഫ് എ പാക്കറ്റ് ഈസ് റിസീവ്ഡ് ബൈ എ റൂട്ടർ ആൻഡ് ദാറ്റ് റൂട്ടർ ചെക്സ് ഓക്കെ ഈ ഒരു സീക്വൻസ് നമ്പറുള്ള പാക്കറ്റ് ഓൾറെഡി ഞാൻ അയച്ചിട്ടുണ്ടോ, ഇല്ല എന്നാണെങ്കിൽ അതിനെ ബാക്കിയുള്ള എല്ലാ റൂട്ടറിലോട്ടും ഫോർവേഡ് ചെയ്യും. ഓക്കെ, ദെൻ സെയിം മെസ്സേജ് വേറെ ഒരു പാത്ത് വഴി ഇയാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ചെക്ക് ചെയ്യും, ഓക്കെ ഈ പാക്കറ്റ് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്, സോ ഇനി ഞാൻ ഇത് അയക്കേണ്ട ആവശ്യമില്ല, സോ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് പാക്കറ്റ്. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സീക്വൻസ് നമ്പർ. ദെൻ ഈ ഒരു ഫ്ലഡിങ്ങിനുള്ള മറ്റൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ്, ഒരു വേരിയേഷൻ ആണ് സെലക്റ്റീവ് ഫ്ലഡിങ്. സെലക്റ്റീവ് ഫ്ലഡിങ് മീൻസ് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ വെസ്റ്റ് വേർഡ് പോകേണ്ട പാക്കറ്റാണ് നമുക്കറിയാമെങ്കിൽ അത് ഈസ്റ്റിലോ വെസ്റ്റിലോ ഈസ്റ്റിലോ നോർത്തിലോ സൗത്തിലോട്ടോ പോകുന്ന ലൈൻസിലോട്ട് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് ഫ്ലഡിങ് ഇസ് കോൾഡ് സെലക്റ്റീവ് ഫ്ലഡിങ്. ഓക്കെ, ദെൻ എവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? മെയിൻലി വി യൂസ് ഇൻ മിലിറ്ററി പർപ്പസ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്. മിലിറ്ററി പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയല്ല, പല സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ മിലിറ്ററി ലൊക്കേഷൻസ് ഉണ്ടാവും. സോ വി ഹാവ് ടു പാസ് ദ മെസ്സേജ് ഇൻ സം വേ, ഏതെങ്കിലും രീതിയിലെങ്കിലും നമുക്കത് അവിടെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഫ്ലഡിങ്. ഫ്ലഡിങ്ങും എക്സാമിന് ചോദിക്കുന്നതാണ്, ബട്ട് ചെറിയൊരു മാർക്കിനാണ് പൊതുവെ ചോദിക്കാറ്. സോ ആ മാർക്കിനനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ബട്ട് കീ പോയിന്റ്സ് ഒക്കെ അതിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്. Distance vector routing is a dynamic routing algorithm. Here, we maintain a routing table and that routing table will be updated regularly. And ആ റൂട്ടിംഗ് ടേബിൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ റൂട്ട് വഴിയായിരിക്കും അറ്റ് ദാറ്റ് മൊമെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പിന്നീട് വരുന്ന അപ്ഡേഷൻ അനുസരിച്ച് റൂട്ടിംഗ് ടേബിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്തുള്ള ഏറ്റവും ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതുവഴിയായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് ബെൽമാൻ ഫോർഡ് റൂട്ടിംഗ് അൽഗോരിതം. സോ എക്സാമിന് ബെൽമാൻ ഫോർഡ് റൂട്ടിംഗ് അൽഗോരിതം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇവിടെയുള്ള കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു റൂട്ടർക്ക് മറ്റൊരു റൂട്ടറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല എങ്കിൽ പോലും ആ ഡയറക്റ്റ് കണക്ഷൻ ഉള്ള റൂട്ടറിന് മറ്റേ റൂട്ടറിലോട്ട് എത്താൻ പറ്റുമെങ്കിൽ ഈ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത റൂട്ടറിനും അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്. ദാറ്റ് മീൻസ് ഒരു റൂട്ടർക്ക് XI എന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു റൂട്ടറിൽ എത്താൻ പറ്റും. ആ റൂട്ടറിന് M എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് വെച്ച് മറ്റൊരു റൂട്ടറിൽ എത്താൻ പറ്റുമെങ്കിൽ ഈ ഒന്നാമത്തെ റൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഐ ക്യാൻ റീച്ച് ദ തേർഡ് റൂട്ടർ വിത്ത് എ കോസ്റ്റ് ഓഫ് X of I plus M. This is the concept of distance vector routing. Okay, then distance vector routing ഒരു essay ആയിട്ട് ചോദിച്ചാൽ വിത്ത് ദിസ് ഫിഗർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫിഗർ നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾ ഫിഗർ വരച്ചാൽ മതി. Okay, you just draw a figure and based on that you just create a routing table and just show that in this way the router update the routing table and select the shortest path. അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഇതേ ഫിഗർ എന്നോ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ വരച്ചാലും മതി. ബട്ട് യു ഹാവ് ടു ഡ്രോ എ ഫിഗർ, ഡ്രോ ദ റൂട്ടിംഗ് ടേബിൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ്. ഓക്കെ, so in this figure we have to find the route from shortest route from J to G. സോ അതിന് വേണ്ടി ജെയുടെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആരൊക്കെയാന്ന് നോക്കുന്നു. ആ ഇൻഫർമേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. പ്ലസ് ഈ ഇമ്മീഡിയറ്റ് നൈബേഴ്സിൻ്റെ അകത്തുനിന്നും ജിയിലോട്ട് എത്താനുള്ള ദൂരം എത്രയാണെന്ന് നമുക്ക് റൂട്ടിംഗ് ടേബിൾ വെച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൻ്റെ കോമ്പിനേഷൻ എടുക്കുക, കോമ്പിനേഷൻ എടുത്തിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ചെറിയ റൂട്ട് ഏതാണോ ആ റൂട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് റൂട്ടിംഗ് ടേബിളിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, so that is the concept. Okay, so that is the concept of distance vector routing. Then we discussed issues with the distance vector routing. So distance vector routing ചോദിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് മാത്രമേ എഴുതുക, കാരണം അത് തന്നെ ഒരു എക്സാം ഒരു essay ഒക്കെ എഴുതാനുണ്ട്. സോ ഒരു 9 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക മാത്രം ചെയ്യുക. ഓക്കെ, സെപ്പറേറ്റ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ചോദിച്ചാൽ അത് എഴുതുക. ഓക്കെ, ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിനകത്ത് വേണ്ട കണ്ടന്റ് എന്താണ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, വിത്ത് ആൻ എക്സാമ്പിൾ ഡയഗ്രാം വരച്ചിട്ട് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വി എക്സ്പെക്ട് ഫോർ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻസർ കീ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ദെൻ ഇഷ്യൂസ് വിത്ത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിന് രണ്ട് മേജർ ഇഷ്യൂസ് ആണുള്ളത്. ഒന്ന്, ഇറ്റ് ബാൻഡ് വിഡ്ത്ത് കൺസിഡർ ചെയ്യുന്നില്ല.
Okay. Second one, major issue, count to infinity problem. Count to infinity problem mainly occur ചെയ്യുന്നത് ഒരു ലൈൻ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ബാക്കിയുള്ള റൂട്ടറിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു റോങ് ഇൻഫോർമേഷൻ മറ്റൊരു റൂട്ടറിൽ നിന്നും അപ്ഡേറ്റ് ആയി പോകുന്നു. അങ്ങനെ അപ്ഡേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിംഗ് എവിടെ എത്താതെ ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരു കൺസെപ്റ്റാണ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം. ഓക്കെ, സോ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ബിയിൽ നിന്നും സീലോട്ടുള്ള കണക്ഷൻ ലെഫ്റ്റ് ആയി, മീൻസ് ബ്രേക്ക് ആയി. സോ എ സിഒ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, ബട്ട് ബി ഹാസ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് സി ഇനീഷ്യലി. സോ ആ ഒരു സമയത്ത് ബി എന്ത് ചെയ്യും, ആ ഒരു ബിയിൽ നിന്ന് സിയിലോട്ടേക്ക് ഒന്ന് മാത്രമേ ദൂരമുള്ളൂ എന്നുള്ള ഇൻഫർമേഷൻ എല്ലാ റൂട്ടറിലും പാസ് ചെയ്യും, അത് എയിലും എത്തും. സോ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, കണക്ഷൻ ബ്രേക്ക് ആയി എന്നുള്ള ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എ പറയും ഓക്കെ എനിക്ക് സിയിലോട്ട് എത്താൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ ബിക്ക് പാസ് ചെയ്യും. സോ ബി എന്ത് ചെയ്യും, അതിന്റെ റൂട്ടിംഗ് ടേബിൾ കറസ്പോണ്ടിങ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് എവിടെയും എത്താതെ ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പോകും. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. ആർക്കെങ്കിലും ആ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലത്തിൽ ഇപ്പം ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും ഇപ്പൊ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ദാറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലത്തിൽ ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് റെസ്പോണ്ട് ചെയ്യുക. കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ഞാൻ നെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം നിങ്ങൾക്ക് ഓക്കെ ആണോ? ചോദിക്കാൻ കാരണം ഇറ്റ്സ് എ കൺഫ്യൂസിങ് പാർട്ട്. 2-3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, എന്നിട്ടും ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ ശ്രീമ. Okay, so that is count to infinity problem. Now, how to solve this count to infinity problem? We have two solutions, that is root poisoning and split horizon. Root poisoning means ഇങ്ങനെ ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു സ്പെഷ്യൽ ഒരു മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുക. അത് ആ ഒരു ബാഡ് ന്യൂസ് ബാക്കിയുള്ള എല്ലാ റൂട്ടറിലോട്ടും പാസ് ചെയ്യുക വിത്ത് എ സ്പെഷ്യൽ മെസ്സേജ്. ആൻഡ് ആ മെസ്സേജിൻ്റെ അകത്ത് നമ്മളൊരു സ്പെഷ്യൽ മെട്രിക് കൂടി വെക്കും. ആ സ്പെഷ്യൽ മെട്രിക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഈ റൂട്ടിൽ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് RIP, റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ, ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് പ്രോട്ടോകോൾ, ആൻഡ് in that we use the metric 16. Okay, to note that or to inform that this particular line is broken. Another one is split horizon. Split horizon എന്ന് പറയുന്നത് ആക്ച്വലി ഈ പ്രോബ്ലം എപ്പോഴാണ് സംഭവിച്ചത്? എയിൽ നിന്ന് ബി വഴിയാണ് സിയിൽ എത്തുന്നത്. ഓക്കെ, സോ എ ഒരിക്കലും ബിയിലോട്ട് സിയിലോട്ട് പോകേണ്ട ദൂരത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ പറയാൻ പാടില്ല. അങ്ങനെയുള്ള ടെക്നിക്കിനെയാണ് സ്പ്ലിറ്റ് ഹൊറൈസോൺ എന്ന് പറയാം. അതായത് ഏത് വഴിയാണോ പോകുന്നതെന്ന് ഒരാൾക്ക് അറിയാമെങ്കിൽ ആ റൂട്ടറിന് തന്നെ ആ പോകുന്ന റൂട്ടറിലോട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പാടില്ല. ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് സ്പ്ലിറ്റ് ഹൊറൈസോൺ, വിച്ച് മീൻസ് എ ഒരിക്കലും സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ബിക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ്. ഓക്കെ, then another dynamic routing algorithm we discussed is linked state routing. Linked state routing initially distance vector routing ARPANET-ലായിരുന്നു യൂസ് ചെയ്തത്. അത് പിന്നെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് linked state routing. And this linked state routing include 5 steps. First one is discovering its neighbor and their network address. Second one, set the distance or cost metric to each neighbor. Third, construct a packet telling all construct a packet based on the information that he received from all other router and send this packet to all other neighbors and compute the shortest path based on the information that he received. ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ള സ്റ്റെപ്പുകൾ, 5 സ്റ്റെപ്പ്. അതിൽ ഫസ്റ്റ് ലേണിംഗ് അബൌട്ട് നൈബേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അറിയുക. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഏത് ടൈപ്പ് മെസ്സേജ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഒന്ന് ഹലോ മെസ്സേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഹലോ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആൾ എന്ത് ചെയ്യണം, ഒരു റെസ്പോൺസ് തിരിച്ചയക്കണം.
വിത്ത് ഇറ്റ്സ് യുണീക്ക് നെയിം. അത് ഗ്ലോബലി യുണീക്ക് ആയിട്ടുള്ള നെയിം ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ആരൊക്കെയാണ് നൈബർ എന്ന് ഒരു റൂട്ടർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അടുത്ത സ്റ്റെപ്പ് അതിലോട്ടുള്ള കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അയക്കുന്ന മെസ്സേജ് ആണ് എക്കോ മെസ്സേജ്. ശ്രദ്ധിക്കുക, എക്കോ മെസ്സേജ്. എക്കോ മെസ്സേജ് പോയി അത് റിട്ടേൺ ആയിട്ട് വരും. സോ അതിന് പോയി വരാനുള്ള ടൈം, ദാറ്റ് ഈസ് കോൾഡ് റൗണ്ട് ട്രിപ്പ് ടൈം. ആ റൗണ്ട് ട്രിപ്പ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ റൗണ്ട് ട്രിപ്പ് ടൈം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. ഇനി കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ചില സിറ്റുവേഷനിൽ വി ഹാവ് ടു കൺസിഡർ ദ ലോഡ് ഓർ ട്രാഫിക് ഓൾസോ. അതിന് വേണ്ടിയിട്ട് എക്കോ പാക്കറ്റ് ട്രാഫിക്കിൽ പെട്ടിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അതുകൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫൈനൽ കോസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ കോസ്റ്റും കണ്ടുപിടിച്ചു. നൗ വി ഹാവ് ടു ബിൽഡ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പാക്കറ്റ് ഉണ്ടാക്കണം. കാരണം ഈ പാക്കറ്റാണ് ഇനി ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ബാക്കിയുള്ളവർ അവരുടെ റൂട്ടിംഗ് ടേബിൾ കറസ്പോണ്ടിങ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അതിൽ സീക്വൻസ് നമ്പർ ഉണ്ടാവും, ഏജ് ഉണ്ടാവും, ലിസ്റ്റ് ഓഫ് നൈബേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ പാക്കറ്റ് ഉണ്ടാക്കുന്നത് ഈസിയാണ്, ബട്ട് ഏത് ടൈമിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഒന്നുകിൽ നമുക്ക് പീരിയോഡിക്കലി ഉണ്ടാക്കാം, അതായത് ഒരു 10 സെക്കൻഡ് കൂടുമ്പോൾ 30 സെക്കൻഡ് കൂടുമ്പോൾ ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, അല്ല എങ്കിൽ ഉണ്ടാക്കേണ്ടത് ഏതെങ്കിലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഇവന്റ് ഒക്കർ ചെയ്താൽ, വിച്ച് മീൻസ് ഒരു നൈബർ ഫീൽ ആയിപ്പോയി. സോ അങ്ങനെയാണെങ്കിൽ അതുവഴിയുള്ള പാത്ത് നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മളൊരു പുതിയ പാക്കറ്റ് ഉണ്ടാക്കുക. പാക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഉണ്ടാക്കിയ പാക്കറ്റ് ഇനി ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം. അത് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലഡിംഗ് മെക്കാനിക്സ് ആണ്. ഫ്ലഡിങ്ങിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രോബ്ലം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സീക്വൻസ് നമ്പർ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഫ്ലഡിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫൈനലി ഒരു റൂട്ടർക്ക് ബാക്കിയുള്ള പല റൂട്ടറിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള ഓരോ മെസ്സേജ് കിട്ടി. ഇനി അതിൻ്റെ ബേസിസിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഏതാണ് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ് അല്ലെങ്കിൽ ഡിജിക്സ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് കിട്ടിയ ഇൻഫർമേഷൻസിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്തിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ്. ഈ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് കോമൺ ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 5 സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഓരോ സ്റ്റെപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ സ്റ്റെപ്പ് ആണെങ്കിൽ അതിൽ ഹലോ പാക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹലോ മെസ്സേജ്. രണ്ടാമത്തിൻ്റെ അകത്താണ് എക്കോ മെസ്സേജ് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തിൻ്റെ എപ്പോഴാണ് ആ ഒരു പാക്കറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് ആണെങ്കിൽ ഫ്ലഡിങ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ആണെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ്. നെക്സ്റ്റ് ഈ നമ്മൾ ഡിസ്കസ് ചെയ്തത് റൂട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റ് ആയിരുന്നു. റൂട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റ്, ആക്ച്വലി ദർ ആർ 3 ടൈപ്സ് ഓഫ് ഹോസ്റ്റ്. എന്തൊക്കെയായിരുന്നു 3 ടൈപ്പ് ഹോസ്റ്റുകൾ? 3 ടൈപ്പ് ഹോസ്റ്റുകളുടെ പേര് ഓർമ്മയുണ്ടോ? 3 different type hosts are there. They are stationary, another one more classification, and that one classification is again classified into 2. Yes, migratory. Finally, stationary, migratory, and roaming host. Okay, Naga. So these are the 3 different types of host. One is stationary, second one is mobile host. That mobile host is again classified into 2, that is migratory and roaming. ഓക്കെ, സോ ഇതിൽ റോമിംഗ് ഹോസ്റ്റ് ആണ് ഏറ്റവും ചലഞ്ചസ് ഉണ്ടാക്കുന്നത്. കാരണം ഓരോ സമയത്തും അതിന്റെ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. മൈഗ്രേറ്റർ എപ്പോഴും ഒരു ഫിക്സഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. സോ ദ നെറ്റ്വർക്ക് നോസ് ദാറ്റ് ഓക്കെ ദാറ്റ് പേഴ്സൺ ഈസ് ഇൻ ദിസ് നെറ്റ്വർക്ക് അഡ്രസ് ആൻഡ് ഹി വിൽ ബി ഓൾവേസ് ഇൻ ദാറ്റ് നെറ്റ്വർക്ക് അഡ്രസ്. സോ മെസ്സേജ് നേരെ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. മൈഗ്രേറ്ററി അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണ്, ബട്ട് നോട്ട് ദാറ്റ് മച്ച് കോംപ്ലിക്കേറ്റഡ്, ബിക്കോസ് അതിന്റെ ലൊക്കേഷൻ മാറുന്നുണ്ടെങ്കിലും നെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഫിക്സഡ് നെറ്റ്വർക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക.
Okay, that is called migratory. But the roaming host ഓരോ സമയത്തും അതിൻ്റെ ലൊക്കേഷനും നെറ്റ്വർക്ക് ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ടവേഴ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കണ്ടുപിടിച്ച് അങ്ങോട്ട് റൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ ഇതിനു വേണ്ടിയിട്ട് ഓരോ പ്ലേസ് നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റ് ആയിട്ട് സ്മോൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് യൂണിറ്റ് ഈസ് കോൾഡ് ഏരിയ. ആൻഡ് ഈച്ച് ഏരിയ ഹാസ് 2 ഏജൻറ്റ്സ്, ദാറ്റ് ഈസ് ഫോറിൻ ഏജന്റ് ആൻഡ് ഹോം ഏജന്റ്. ഫോറിൻ ഏജന്റ് എന്താ ചെയ്യുക? Means whenever a SIM or a mobile device is in a particular area, that will be registered in that area's home agent. അവിടെയുള്ള ഹോം ഏജന്റുമായിട്ട് രജിസ്റ്റർ ചെയ്യും. ദെൻ ഈ ഹോം ഏജന്റ് കീപ് ട്രാക്ക് ചെയ്യുന്നത് അവിടെ രജിസ്റ്റർ ചെയ്ത ആരെങ്കിലും പുറത്തോട്ടേക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം അയാൾ രജിസ്റ്റർ നോട്ട് ചെയ്യും. അതേപോലെ ഫോറിൻ ഏജന്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ ആ ഏരിയയിൽ വരുന്നുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരാൾ എത്തി, മറ്റൊരു പ്ലേസിലെത്തി. സോ അങ്ങനെ എത്തുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ആ മൊബൈലിന് അവിടെ ആ ഒരു പാർട്ടിൽ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ അവിടെ ഉള്ള ഫോറിൻ ഏജന്റിനെ മൊബൈൽ ഡിവൈസ് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ വന്ന മൊബൈൽ ഡിവൈസിനെ ഫോറിൻ ഏജന്റ് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാക്കറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഫോറിൻ ഏജന്റ് ആണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ഇൻ കേസ് കുറച്ച് സമയത്തിനുള്ളിൽ ഫോറിൻ ഏജന്റിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് വന്നില്ല എങ്കിൽ ഹോം ഏജന്റ് ദിസ് മൊബൈൽ ഡിവൈസ് അങ്ങോട്ടേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇവിടെയുള്ള ഫോറിൻ ഏജന്റ് ആരാണ് എന്ന് ചോദിച്ചിട്ട്. സോ ദേ ഐഡന്റിഫൈഡ് ഈച്ച് അതർ. അതിനുശേഷമാണ് രജിസ്ട്രേഷൻ പ്രോസസ്. ആ രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ സമയത്ത് കുറച്ച് ഇൻഫർമേഷൻ കൂടി കൊടുക്കും. ആ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഡിവൈസസിന്റെ ഹോം അഡ്രസ്സ് എവിടെയാണ്, കറന്റ് ഡാറ്റാ ലിങ്ക് ലെയർ അഡ്രസ്സ് എവിടെയാണ്, ആൻഡ് കുറച്ച് സെക്യൂരിറ്റി ഇൻഫർമേഷനും. എന്തിനാണ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? ഫോറിൻ ഏജന്റ് ഈ ഇൻഫർമേഷൻ രജിസ്ട്രേഷൻ ഇത് കിട്ടിയാൽ കറസ്പോണ്ടിങ് ഹോം ഏജന്റിനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഹോം ഏജന്റിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റി ഇൻഫർമേഷൻ കൂടി കളക്ട് ചെയ്യുന്നത്. സോ ഫോറിൻ ഏജന്റ് കറസ്പോണ്ടിങ് ഹോം ഏജന്റിനെ കോൺടാക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അയാൾ നിങ്ങളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു, ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് എന്ന് പറയും. സോ ഹോം ഏജന്റ് അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് ഓക്കെയാണ്, ബട്ട് ടൈം സ്റ്റാമ്പ് കൂടി വെരിഫൈ ചെയ്യും. എന്തിനാണ് ടൈം സ്റ്റാമ്പ് വെരിഫൈ ചെയ്യുന്നത്? ബിക്കോസ് ടൈം സ്റ്റാമ്പ് നമുക്ക് അറിയണം, ഇത് ഇപ്പം തന്നെ റീസെന്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത മെസ്സേജ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നേ ജനറേറ്റ് ചെയ്ത മെസ്സേജ് എന്തെങ്കിലും ട്രാഫിക് കാരണം ലേറ്റ് ആയതാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അയാൾ വീണ്ടും വേറെ ലൊക്കേഷനിലൊക്കെ മാറിയിട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇറ്റ് ചെക്ക് ദ ടൈം സ്റ്റാമ്പ് ഓൾസോ. And if all things are correct, and if he is an authorized person, that home agent will reply back to the foreign agent that okay, you can register this person with you. അങ്ങനെയുള്ള ഒരു അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അതിനനുസരിച്ചിട്ട് അയാളുടെ ഫോറിൻ ഏജന്റിന്റെ ടേബിളിൽ ഈ ഒരു ഡിവൈസിന്റെ എൻട്രിയും കൂടി ആഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. നിങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടുമല്ലോ, ആ മെസ്സേജ് കിട്ടുന്ന ഈ രജിസ്ട്രേഷൻ കഴിയുമ്പോഴാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇത് എങ്ങനെയാണ് ഒരു മെസ്സേജ് അയച്ചാൽ ഇയാളുടെ റൂട്ട് ചെയ്യുന്നത് നോക്കാം. റൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു മെസ്സേജ് കറസ്പോണ്ടിങ് ഹോം ഏജന്റ് അടുത്തായിരിക്കും പോകുന്നുണ്ടാവുക. ഹോം ഏജന്റ് നോക്കും, അയാൾ ഇപ്പം എൻ്റെ കയ്യിലില്ല, പുറത്ത് പോയിട്ടുണ്ട്. ആ പുറത്ത് പോയിട്ടുള്ള ഏത് ഫോറിൻ ഏജന്റിന്റെ കയ്യിലാണ് ആ ഇൻഫർമേഷൻ എന്ന് അറിയാം. അപ്പം എന്ത് ചെയ്യും? ആ വരുന്ന പാക്കറ്റിനെ എൻകാപ്സുലേറ്റ് ചെയ്യും, എന്നിട്ട് നേരെ ആ ഫോറിൻ ഏജന്റിന് അയച്ചു കൊടുക്കും ഫോർ ദ ഫസ്റ്റ് മെസ്സേജ്. സെക്കൻഡ് മെസ്സേജ് ഓൺവേർഡ്സ് എന്താണ് ചെയ്യുന്നത്? സെക്കൻഡ് മെസ്സേജ് ഓൺവേർഡ്സ് ഫോറിൻ ഏജന്റ് പറയും, ഹോം ഏജന്റ് പറയും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് ഫോറിൻ ഏജന്റ് അയച്ചു കൊടുത്തു എന്ന് പറയും. സോ സെക്കൻഡ് മെസ്സേജ് ഓൺവേർഡ്സ് അങ്ങനെയായിരിക്കും അയക്കുന്നുണ്ടാവുക. സോ ദാറ്റ്സ് അബൌട്ട് റൂട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റ്. അതിനുശേഷം നമ്മൾ പഠിച്ചൊരു ടണലിംഗ്. ഓക്കെ, ടണലിംഗ് ഓർ പോർട്ട് ഫോർവേഡിംഗ്. ടണലിംഗ് ഓർ പോർട്ട് ഫോർവേഡിംഗിനകത്ത് രണ്ട് മെക്കാനിസം ഉണ്ട്. ആ രണ്ട് മെക്കാനിസംസ് എന്തൊക്കെയാണ്? ഓർ വാട്ട് ആർ ദ ടു ഓപ്പറേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദ ടണലിംഗ് മെക്കാനിസം? Actually, tunneling mechanism is a concept to send the data securely through a public network in a private way. Okay. സോ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് ടണലിംഗ്. സോ അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ഓർ രണ്ട് ഓപ്പറേഷൻസ് ഫോർ സെക്യൂറിംഗ് ദി ഡാറ്റ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. What are the two operations involved in tunneling to secure the data?
ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. 2 ഓപ്പറേഷനാണ് ടണലിങ്ങിലുള്ളത്. എന്തൊക്കെയാണ് 2 ഓപ്പറേഷൻസ്? യെസ്, എൻക്യാപ്സുലേഷൻ ആൻഡ് എൻക്രിപ്ഷൻ. ഓക്കെ മസ്ന. സോ ഈ 2 മെക്കാനിസമാണ് ടണലിങ്ങിലുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യും, അതിനുശേഷം എൻക്യാപ്സുലേറ്റ് ചെയ്യും, എന്നിട്ട് പബ്ലിക് ആയിട്ടുള്ള നെറ്റ്വർക്കിലൂടെ അയക്കും. ഓക്കെ, ദെൻ റിസീവറുടെ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഡീക്യാപ്സുലേഷനും ഡിക്രിപ്ഷനും നടക്കും. എന്നിട്ട് ആ ഒറിജിനൽ മെസ്സേജ് എടുത്തിട്ട് കറസ്പോണ്ടിങ് റിസീവർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ടണലിംഗ്. And there are mainly 2 protocols, that is point-to-point tunneling protocol and layer 2 tunneling protocol. Next we discussed NATing or network address translation. In network address translation നമ്മൾ യൂസ് ചെയ്യുന്നത് പബ്ലിക് ഐ പിയുടെ യൂസേജ് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വി ഹാവ് ഓൺലി എ ഫിക്സഡ് നമ്പർ ഓഫ് പബ്ലിക് ഐ പി റേഞ്ചസ്. Actually there are class A, class B and class C address which are mainly used. Class D and class E are there, but they are used for some other purpose. So class A to class C വരെയുള്ള നെറ്റ്വർക്ക് ഐ പീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാം. ഓക്കെ, ബട്ട് സോ ഇങ്ങനെയുള്ള പബ്ലിക് ഐ പിയുടെ റേഞ്ചസ് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ ഉള്ളിൽ പബ്ലിക് ഐ പി നമുക്ക് നാറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റേഞ്ചസ് ആണിത്. 10 സീരീസ്, 172.16 സീരീസ്, 192.16 സീരീസ്. നമ്മുടെ കോളേജിലൊക്കെ നമ്മൾ 192.16 സീരീസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇനി ലാബ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഒന്ന് അതിൻ്റെ ഐ പി നോക്കുക. ഐ പി നോക്കാനുള്ള കമാൻഡ് ഇപ്പം തന്നെ നിങ്ങൾ നെറ്റ്വർക്ക് ലാബിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഐ പി ഒക്കെ ഒന്ന് നോക്കുക. ഈ സീരീസിലുള്ള ഐ പി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, then OSPF, Open Shortest Path First. It's a dynamic routing algorithm. It's a standard link state routing algorithm. Larger നെറ്റ്വർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതം ആണ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതം ആണ് OSPF. Bandwidth is the key point. We use bandwidth as first. Okay, then OSPF contains 3 types of tables, that is neighbor table, topology table and routing table. Neighbor table ഉണ്ടാവുക ആരൊക്കെയാണ് അതിന്റെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് എന്നുള്ള ഇൻഫർമേഷൻ ആണ്. ടോപ്പോളജി ടേബിൾ എന്നുള്ളത് ഒരു റൂട്ടറിന് ബാക്കിയുള്ള എല്ലാ റൂട്ടറിലോട്ടും എത്താൻ പറ്റുന്ന എല്ലാ പോസിബിൾ റൂട്ടിംഗ് ഇൻഫർമേഷനും അതിലുണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്തുള്ള ഏറ്റവും ബെസ്റ്റ് റൂട്ടിംഗ് അൽഗോരിതം, ഏറ്റവും ചെറിയ റൂട്ടിംഗ് അൽഗോരിതമാണ് ഈ റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവുക. ഓക്കെ, ടോപ്പോളജി ടേബിളിൻ്റെ അകത്ത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ റൂട്ടിംഗ് ഇൻഫർമേഷനും, അതിൻ്റെ അകത്തുള്ള ഏറ്റവും ബെസ്റ്റ് റൂട്ടിംഗ് ഇൻഫർമേഷൻ ആണ് റൂട്ടിംഗ് ടേബിൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ OSPF neighbors are identified by using the same concept, that is by using hello message. And for broadcast and point-to-point interfaces, this hello packet sends in every 10 seconds. And for non-broadcast and point-to-multi-point, for every 30 seconds, ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. Then types of OSPF message include hello message, link state update, link state acknowledgement, database description and link state request. These are the different types of messages used by the OSPF routing algorithm. Finally, RIP, Routing Information Protocol. This distance vector routing updation ആണ്, and it's mainly used for distributing IP packets between autonomous system. Okay, so ഇവിടെയും ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ടായിരിക്കും, പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫൈനലി ഓരോ റൂട്ടർക്കും ഡയറക്റ്റ് കണക്ഷൻ ഇല്ല എങ്കിൽ പോലും ബാക്കിയുള്ള ഓരോ റൂട്ടറിലോട്ടുള്ള ഡിസ്റ്റൻസ്, ബെസ്റ്റ് ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇവിടെ ഒരു റൂട്ടറിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയം മെസ്സേജ് ഒന്നും വരുന്നില്ല എങ്കിൽ ഇറ്റ് ഐഡന്റിഫൈസ് ദാറ്റ് റൂട്ടർ ഫെയിൽഡ് ഓർ കണക്ഷൻ ടു ദാറ്റ് റൂട്ടർ ഫെയിൽഡ്. അതിന്റെ ബേസിസ് ഒരു ബാഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ മെസ്സേജ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ റൂട്ടറിനെയും ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് എ മെട്രിക് ഓഫ് 16. അങ്ങനെ ബാക്കിയുള്ള എല്ലാ റൂട്ടിംഗ് ടേബിളും കറസ്പോണ്ടിങ് ആയിട്ട് റൂട്ടിംഗ് ടേബിളിൽ ചേഞ്ചസ് വരുത്തും. ആൻഡ് ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് സ്പ്ലിറ്റ് ഹൊറൈസോൺ വിത്ത് വോയിസ് ആൻഡ് റിവേഴ്സ്. ഓക്കെ, സോ ഇത്രയുമാണ് നിങ്ങളുടെ തേർഡ് മൊഡ്യൂൾ. സോ ഒറ്റൊരു ക്ലാസ്സിൽ പറയാൻ കാരണം നിങ്ങൾക്ക് ആ മെറ്റീരിയൽ വായിക്കുമ്പോൾ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ തേർഡ് മൊഡ്യൂൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ?
സിമ്പിൾ മൊഡ്യൂളാണ്, അത്ര വലിയ ഡിഫിക്കൽട്ട് കൺസെപ്റ്റുകളൊന്നുമില്ല, ചെറിയ മൊഡ്യൂളാണ്. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. തേർഡ് മൊഡ്യൂൾ എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഓക്കെ, ബാക്കിയുള്ള ആളൊന്ന് റെസ്പോണ്ട് ചെയ്യാം. തേർഡ് മൊഡ്യൂൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയി തന്നെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് വരാറ്. നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം നോക്കാം. തൽക്കാലം ഇപ്പം നിങ്ങൾക്ക് അത്രേ ടൈമുള്ളൂ. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്ന തേർഡ് മൊഡ്യൂളിൻ്റെ ഇത് മാത്രം കാണിക്കാം. തേർഡ് മൊഡ്യൂളിൻ്റെ നിങ്ങൾക്ക് വരിക C-D പാർട്ടിൽ വെച്ചിട്ടാണ്. C 3 മാർക്കും, D essay ക്വസ്റ്റ്യനും. സോ സിയിൽ ലിസ്റ്റ് ദ നെറ്റ്വർക്ക് ലെയർ ഫംഗ്ഷൻസ്. നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫംഗ്ഷനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്ലഡിംഗ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇത് ചെറിയ രീതിയിലൊന്ന് ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലഡിങ്ങും ബ്രോഡ്കാസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലഡിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും നിങ്ങൾക്കറിയാം. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഫോർ 3 മാർക്സ്. ദെൻ essay പാർട്ട്. ഈ C പാർട്ടിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ദെൻ എക്സ്പ്ലെയിൻ ഹൗ റൂട്ടിംഗ് ഈസ് പെർഫോംഡ് യൂസിംഗ് ലിങ്ക് സ്റ്റേറ്റ് അൽഗോരിതം. ഇല്ലുസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് 5 സ്റ്റെപ്പ് കാണിക്കുക. അത് നിങ്ങൾ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് വരച്ചതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ വരച്ചിട്ട് അതും ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടോ, ഗീവ് ദ റിലവൻസ് ഓഫ് ഏജ് ഫീൽഡ് ഇൻ എ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. ഏജ് ഫീൽഡിന്റെ റിലവൻസ് എന്താണ്? ഞാൻ മുന്നേ ഏജ് പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഏജ് ഫീൽഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ആ ഏജ് ഫീൽഡാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ഏജ് കഴിഞ്ഞാൽ പിന്നെ ആ പാക്കറ്റ് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അതിനെ ഡിസ്കാർഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഏജ് ഫീൽഡ് വെക്കുന്നത്. ഏജ് ഫീൽഡ്, ടൈം ടു ലീവ് ഫീൽഡ് എന്നൊക്കെ പറയും. ഓക്കെ, അത്രയുമാണ്. ഓക്കെ, ഒന്നുകൂടി ഉണ്ട്. ഡിസ്കസ് അബൌട്ട് റൂട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റ്. അതും ചോദിച്ചിട്ടുണ്ട്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് പൊതുവേ തേർഡ് മൊഡ്യൂളിന് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, സോ ഏകദേശം എല്ലാവർക്കും കൺസെപ്റ്റുകൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ് അഭിനന്ദ്. അഭിനവ് ആദർശ്. അഭിനവ് ആബ്സെന്റ്. ഓക്കെ, അഭിനവ്. ഓക്കെ, അദ്വൈത് അജ്മൽ. Present, sir. ഓക്കെ, അഖിൽ അനഘ. അഞ്ജലി അനുഗ്രഹ് അതിൻ. അതുൽ ദേവിക ദിൽന. മസ്ന ജസ്ന കാർത്തിക്. കീർത്തന സിനാനി ജാസ്. നഫ നേഹ നിതിൻ. Present, sir. ഓക്കെ, പ്രണവേ പ്രണവ് സി റൈസ. റസാന റസ്വിൻ റോഷൻ. റസ്വിൻ. സഹല ബി സഹലായൻ. സഹല ബി നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, സംഗീത് സാരംഗ് ഷാരുൺ. ശ്രദ്ധ വിഷ്ണു വൈഷ്ണവി. ഓക്കെ, ശ്രീഷ്മ അഞ്ജിത ഷിറോണ. അഞ്ജിത ആബ്സെന്റ് ആണോ? ഓക്കെ, ദെൻ താങ്ക് യു. ഓക്കെ സഹല.